Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ശർക്കര വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ടുള്ളൊരു വസ്തുവാണ് ശർക്കര. നമ്മുടെ ഈ സർക്കാരിൻ്റെ സൗജന്യ കിറ്റിലൊക്കെ ഉണ്ടായിരുന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഉണ്ടായിരിക്കും. അപ്പോൾ ശർക്കര വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്ര പേർക്ക് അറിയാമല്ലേ ശർക്കര വെച്ച് ഇതുപോലെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ ശർക്കര എന്ന് പറയുന്നത്. ശർക്കരയിൽ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തെ പാടുകൾ മാറാനും അതുപോലെ ഏജ് സ്പോട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും കുരുക്കൾ മാറാനും നിറം വെക്കാനായിട്ടൊക്കെ ഒരു ഈവൻ ട്യൂൺ കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ റോസ് വാട്ടർ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ റോസ് വാട്ടറിലാണ് ശർക്കര മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിനും റോസ് വാട്ടറും സ്കിന്നിന് വളരെ ബെസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഇഫക്റ്റ് ആയിരിക്കും. നമ്മുടെ സ്കിൻ എക്സസീവായുള്ള ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് എന്തെങ്കിലും പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. UV റേസിൽ നിന്നൊക്കെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ഇത് മൂന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ശർക്കര കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര അധികമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് ശർക്കര എടുത്താൽ മതി. ഒരുപാടൊന്നും ഇട്ട് ഇതാക്കി എടുക്കണ്ട. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മിക്സ് ആവാനായിട്ട് സമയമെടുക്കും. ഒരുപാട് വലിയ കട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അലിയാനായിട്ട് സമയമെടുക്കും. അപ്പം ചെറുതായിട്ട് കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലി സ്കിന്നുകാർക്കൊക്കെ പറ്റിയൊരു പാക്കാണ് കേട്ടോ ഇത്. നന്നായിട്ട് ആ ഒരു ഓയിലൊക്കെ കൺട്രോളായി നന്നായിട്ട് മുഖം നന്നായിട്ട് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പാക്കാണ്. അധികം ആൾക്കാർക്ക് അറിയാൻ പാടാത്തൊരു പാക്കാണെന്ന് തോന്നുന്നു. ശർക്കരേനെ പറ്റി എൻ്റെ അറിവിൽ അധികം ആയിരിക്കും അറിയില്ല ശർക്കര കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടെന്ന്. അതുപോലെ നമ്മുടെ ഹെയറിലേക്കും ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ശർക്കര. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ജോജോബ ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓപ്ഷനിലാണ് കേട്ടോ. 2-3 തുള്ളി ജോജോബ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാൻ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ശർക്കര ഉള്ളവർ റെഗുലറായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ മുഖം നന്നായിട്ട് വൈറ്റൻ ആവുകയും ചെയ്യും. അതുപോലെ നല്ല നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് വീട്ടിൽ ശർക്കരയുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2-3 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നല്ലൊരു സോഫ്റ്റ് സ്ക്രബ് ഉണ്ട് കേട്ടോ. ആ ശർക്കരയുടെ ആ ഒരു തരിതരി നന്നായിട്ട് സ്ക്രബിങ് ആവുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ നമ്മൾ സ്ക്രബിങ്ങിനായിട്ട് ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു ശർക്കരയുടെ തരി മാത്രം മതി സ്ക്രബ് ആവാനായിട്ട്. ഒരു 2 മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒരുപാടൊന്ന് ഉണങ്ങണ്ട. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഒന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് കഴുകിക്കളയാം. നാച്ചുറൽ ഫേസ് പാക്കുകളൊക്കെ ഒറ്റ യൂസിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കടയിൽ നിന്നൊക്കെ മേടിച്ച ഒരു ഫേഷ്യൽ കിറ്റും ക്രീമുകളൊക്കെ തേക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അലർജറ്റിക് ആവും, ചിലപ്പോൾ കറുത്ത് പോവും, പിമ്പിൾസ് വരും. പക്ഷേ ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അധികം സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും അലർജി പോലെ തുമ്മൽ പോലെ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. അങ്ങനെ നീരിറക്കത്തിൻ്റെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. സോപ്പൊന്നും ഇട്ട് കഴുകരുത്. ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 1 ഹവറെങ്കിലും കഴിഞ്ഞിട്ട് വേണം സോപ്പിട്ട് വാഷ് ചെയ്യാനായിട്ട്. അതുപോലെ ഉടനെ വെയിലത്തൊന്നും പോയി നിൽക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കഴുകിയിട്ടുണ്ട്. നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. 2 കൈ തമ്മിൽ കണ്ടോ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടിപ്പുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.